ഹായ് ഫ്രണ്ട്സ്, സിനിശാലയിലെ ഫിലിം ലൊക്കേഷൻ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സിനിശാലയുടെ യാത്ര വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. ടിനു പാപ്പച്ചൻ സംവിധാനം ചെയ്ത് ഏറ്റവും പുതിയ സൂപ്പർ ഹിറ്റ് ചിത്രമായ അജഗജാന്തരം എന്ന സിനിമയുടെ ലൊക്കേഷനിലേക്കാണ്. അപ്പോൾ വീഡിയോ കാണാനായിട്ട് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. നമ്മൾ വീണ്ടും വാഴാലിക്കാവിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ വാഴാലിക്കാവ് മാത്രമാണ് അജഗജാന്തരം എന്ന സിനിമയിലെ പ്രധാനപ്പെട്ട ലൊക്കേഷൻ. ആകെ കൂടിയ ഒരു ലൊക്കേഷൻ ഉള്ളൂ, അത് ഈ വാഴാലിക്കാവും പിന്നെ പാഞ്ഞാട് സെൻറ്ററുമാണ്. ഇവിടെ വെച്ചിട്ടാണ് ആ പൂരത്തിൻ്റെ എല്ലാ സീനുകളും അടി ഇടി എല്ലാം എടുത്തിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഇവിടെയൊക്കെ കച്ചവടക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് ആ സിനിമയിൽ. അതുപോലെ ഒരു പൂരത്തിൻ്റെതായിട്ടുള്ള എല്ലാ അറ്റ്മോസ്ഫിയറും അവർ മൊത്തം ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട ലൊക്കേഷൻ. ഈ വാഴാലിക്കാവ്, ഈ പാടം, ഈ അമ്പലം, ഇവിടെ നടക്കുന്ന ഉത്സവം. ആ കാണുന്ന അമ്പലമാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഏരിയ. അവിടെ വെച്ച് നടക്കുന്ന ഒരു ഉത്സവത്തിനുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ. ഈ വഴിയോടെയാണ് ഇങ്ങോട്ട് വാഴാലിക്കാവിലേക്ക് വരുന്നത്. ഇപ്പോൾ ആന്റണി പെപ്പയൊക്കെ ബൈക്കിൽ വരുന്നതും ഒക്കെ, അതുപോലെ ഇതിലൂടെ വരുന്ന ഒരുപാട് സീനുകളുണ്ട്. ഇവിടെ വെച്ച് ഒരുപാട് സീനുകൾ എടുത്തിട്ടുണ്ട്. സിനിമ കണ്ടവർക്ക് വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. ഇതാണ് അമ്പലത്തേക്കുള്ള വഴി. ഇതിൽ ഒരുപാട് സെറ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെ കവാടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെയാണ് ക്ലൈമാക്സ് സീനിൽ ഓട്ടം ആന ഓടി വരുന്നതൊക്കെ ഇത് ഇവിടെ വെച്ചിട്ടാണ്. ഇത് ഇവിടെ വെച്ചിട്ടാണ് കുറേ സീൻ എടുത്തിരിക്കുന്നത്. അമ്പലത്തിൻ്റെ ചേർന്നുള്ള ഭാഗമാണിത്. ക്ലൈമാക്സിൽ ഫൈറ്റൊക്കെ ഇവിടെ വെച്ചിട്ടാണ്. ആ കാണുന്ന സ്റ്റേജിലാണ് ഒരു നാടകം കളിക്കുന്നത്, സുഗ്രീവ് പട എന്നുള്ള നാടകം. ഈ ആംഗിളിൽ വെച്ചിട്ടാണ് പെപ്പെ ഒരു ആനയുടെ മുകളിൽ ഇങ്ങനെ ചവിട്ടിയിട്ട് ഇങ്ങനെ പിന്നോക്കം തിരിഞ്ഞിട്ടുള്ള അടി ഈ ആംഗിളിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അമ്പലത്തിനുള്ളിൽ ആലാണത്. ഈ ആലിലും ഈ സിനിമയിൽ ഒരുപാട് സീനിൽ വരുന്നുണ്ട്. ഇവിടെ വെച്ചിട്ട് ഒരുപാട് സീനുകൾ എടുത്തിട്ടുണ്ട്. കച്ചവടക്കാരും മേളമൊക്കെ നടക്കുന്നത് ഇവിടെ വെച്ചിട്ട് തന്നെയാണ്. ക്ലൈമാക്സ് ശരിക്കും ഇൻ്റർവെല്ലിന് ശേഷമുള്ള എല്ലാ ഭാഗങ്ങളും ശരിക്കും സത്യത്തിൽ ഇവിടെ തന്നെയാണ്. സിനിമ കണ്ടവർക്ക് അറിയാം. അതുപോലെ ഈ ആളിൻ്റെ ഈ ഭാഗത്തൊക്കെ വെച്ചിട്ടാണ് പെപ്പയുടെ ക്യാരക്ടറിൻ്റെ കൂട്ടുകാരനെ അവസാനം അവർ പിടിക്കുന്നതൊക്കെ. ആ സീനൊക്കെ ഇവിടെ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ കുറേ സീനുകൾ ഈ ആളിൻ്റെ ചുറ്റിപ്പറ്റി എടുത്തിട്ടുണ്ട്. ഈ പാടത്ത് വെച്ചിട്ട് ഫൈറ്റുകളുണ്ട്. പെപ്പയെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ അങ്ങനെ നോക്കുമ്പോൾ വരമ്പോടിയിട്ടുള്ള ഫൈറ്റൊക്കെ ഇവിടെ വെച്ചിട്ടാണ്. ഇവിടെ വെച്ചിട്ടാണ് നാടകക്കാർ സമയം തെറ്റി വരുമ്പോൾ കമ്മിറ്റിക്കാർ അവരെ കാത്തു നിൽക്കുന്നതും അവരെ കൊണ്ടുപോകുന്നതായിട്ടുള്ള സീനൊക്കെ എടുത്തിരിക്കുന്നത് ഇവിടെയാണ്. ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഒരു ഫൈറ്റ് ഉണ്ട്. പെപ്പയും കുറച്ച് വില്ലന്മാരായിട്ടുള്ള ഫൈറ്റ്. അത് ഇവിടെ വെച്ചിട്ടാണ്, ഈ വരമ്പിൽ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. നല്ല രസമുള്ളൊരു ഫൈറ്റാണത്. ഇതിൽ ഫൈറ്റുകളെല്ലാം ഭയങ്കര രസമാണ്. ഈ കൂത്തുപാടമൊക്കെ ഈ സിനിമയിൽ ഒരുപാട് സീനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പാടം മൊത്തം ശരിക്കും ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഫൈറ്റ്, മേളം, അങ്ങനെ എല്ലാം കൂടി, വെടിക്കെട്ട്, അങ്ങനെ എല്ലാം കൂടി സമ്പന്നമാണ് ശരിക്കും ഈ സിനിമ. ഈ വാഴാലിക്കാവ് ശരിക്കും അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ വാഴാലിക്കാവിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ മുന്നേ വാഴാലിക്കാവ് ലൊക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഭാരതപ്പുഴ, ഈ ഭാരതപ്പുഴയും ഈ സിനിമയിൽ ശരിക്കും കാണിച്ചിട്ടുണ്ട്. അത് വെള്ളം നിറഞ്ഞു കിടക്കുന്ന സമയത്താണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. ഈ ഭാരതപ്പുഴയിലൂടെ അവർ വഞ്ചിയിൽ പോകുന്നതും ഇവിടെ നിന്ന് സംസാരിക്കുന്നതും ഒക്കെ ഈ സിനിമയിൽ കൃത്യമായിട്ടുണ്ട്. അതുപോലെ ഈ പടികളിലിരുന്ന് സംസാരിക്കുന്നതൊക്കെ ആയിട്ടുള്ള സീനുകളുണ്ട്. ഈ ഭാരതപ്പുഴയിലേക്ക് ഇറങ്ങുന്ന പടികളാണത്. വാഴാലിക്കാവിൻ്റെ മൊത്തം മനോഹാരിത, രാത്രിയിലെ കാഴ്ച, ലൈറ്റ് വെച്ചിട്ടുള്ള കാഴ്ച, അതുപോലെ ലോങ് ഷോട്ട്, അങ്ങനെ എല്ലാം ശരിക്കും വാഴാലിക്കാവ് മൊത്തത്തിൽ അവർ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ലൊക്കേഷൻ തന്നെയാണ് ഇതെന്ന് തോന്നുന്നു. അങ്ങനെയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. പടത്തിൻ്റെ ക്ലൈമാക്സ് സീന് ഇവിടെ വെച്ചിട്ടാണ്. അത് ഞാൻ പറയുന്നത് ശരിയല്ല, കാരണം സിനിമ ഇനിയും കാണാത്തവർ ഒരുപാട് പേരുണ്ടാവും. സിനിമ കണ്ടവർക്കറിയാം. ക്ലൈമാക്സ് അവസാനിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഇവിടെ വെച്ചിട്ടാണ് ആ ക്ലൈമാക്സ് ഷോട്ട് അവസാനം പേരെഴുതി കാണിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഇത് പാഞ്ഞാൽ സെൻറ്റർ. ഇവിടെയും ഇതിൽ കുറേ സീനുകൾ എടുത്തിട്ടുണ്ട്. രാത്രിയിലെ സീനുകളാണ് മുഴുവൻ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ കുറച്ച് ഗുണ്ടകൾ ഇങ്ങനെ ഈ വഴി കൂടെ ഈ സെൻറ്ററിലേക്ക് എത്തുന്ന ഒരു സീനുണ്ട്. ഫസ്റ്റ് ടൈമിലുള്ളൊരു സീനാണ്. എന്നിട്ട് അവരിവിടെ വണ്ടി നിർത്തിയിട്ട്
അവർ കുറച്ച് ഗുണ്ടകളിൽ നിന്ന് ഇറങ്ങിയിട്ട് ദാ ഈ കടയിൽ നിന്നാണ് അവർ കച്ചമ്പ്രദാസനുള്ള കേക്ക് മേടിക്കുന്ന ഒരു സീന്. വളരെ നല്ല കോമഡി ആയിട്ടുള്ള സീനാണ്. കച്ചമ്പ്രദാസൻ എന്ന് പറഞ്ഞിട്ട് കേക്കിൽ എഴുതണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഈ കടയിൽ നിന്നാണ് അവർ കേക്ക് വാങ്ങിക്കുന്നത്. അർജുൻ അശോകും ടീമുകളും ഇതിലിങ്ങനെ രാത്രി ഇങ്ങനെ അടിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുന്നൊരു സീനുണ്ട്. അതുപോലെ രാത്രിയിൽ നടക്കുന്ന കുറേ സീനുകൾ ഇവിടെയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇവിടെ വെച്ചിട്ടാണ് ആ ഒരു വലിയൊരു വണ്ടി, ഒരു ആനക്കാര വണ്ടി തല്ലി പൊളിക്കുന്ന സീനൊക്കെ ഇത് ഇവിടെ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് കാണിച്ചത് അജഗജാന്തരം എന്ന സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള പുതിയ സിനിമയുടെ ലൊക്കേഷൻ കാഴ്ചകളാണ്. അപ്പോൾ പുതിയ സിനിമ ആയതുകൊണ്ട് ലൊക്കേഷൻ കാണിച്ചു തരാൻ കുറച്ച് പരിമിതികളുണ്ട്. അപ്പോൾ എല്ലാവരും സിനിമ കാണാൻ, മേക്കിങ്ങിൽ നല്ല ഡിഫറെൻ്റ് ഉള്ള ഒരു സിനിമയാണ്. അപ്പോൾ സിനിശാലയുടെ മറ്റൊരു സിനിമ ലൊക്കേഷനുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും ബായ്.